എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ യോഗത്തിലെത്തുകയും അത് സൂക്ഷ്മമായി വീക്ഷിക്കുകയും ചെയ്യുന്ന തലശ്ശേരിയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളെ, നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് വാർഷികം കഴിഞ്ഞ് 79ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ 79ാം വർഷം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ പൗരന്മാർ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ രാജ്യവ്യാപകമായി സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുകയാണ്. ആ സ്വാതന്ത്ര്യദിന നടക്കുന്ന അതേ ദിവസം രാജ്യത്തിന്റെ ഘാതകരായി ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട RSSന്റെയും BJPയുടെയും ഏറ്റവും പുതിയ രാജ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ തുറന്നു കാണിക്കുക എന്ന നിലയിലാണ് വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്ന നിലയിൽ ഇത്തരം സംഗമങ്ങൾ, സ്ക്വയറുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം 3000-ലധികം പ്രദേശങ്ങളിൽ നമ്മൾ കൊടിയുയർത്തുകയും മധുരപലഹാരം വിതരണം ചെയ്യുകയും അതിന്റെ ആഘോഷ പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തവരാണ്. പാർട്ടിയുടെ ബ്രാഞ്ചുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾ അത്തരം സംവിധാനങ്ങൾ നടത്തി. അതിനുശേഷം പാർട്ടിയുടെ ഓഫീസുകളുള്ളിടത്തും സമാനമായ നിലയിൽ അതിന്റെ ആഘോഷ പരിപാടികൾ നടത്തി. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലരും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഫാസിസത്തിന്റെ കാലത്തിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക എന്നത്? എങ്ങനെയാണ് ഈ രാജ്യത്ത് വസ്ത്രം ധരിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്ത് സ്വതന്ത്രമായി അവൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിന് വിലങ്ങുതടിയുള്ള ഒരു രാജ്യത്ത് അവന് സ്വന്തമായി ആഗ്രഹമുള്ള ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനോ ആഗ്രഹമുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാനോ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ആ മതം സ്വീകരിക്കാതിരിക്കാനും ഒരു പൗരന് അവകാശം നിഷേധിക്കുന്ന ഒരു രാജ്യത്ത് സ്വന്തം പൗരത്വം തെളിയിക്കേണ്ടി വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വോട്ടർ പട്ടികയിലൂടെ 60,000-വും 50,000-വും ആളുകളെ ഒരൊറ്റ ദിവസം കൊണ്ട് വെട്ടിമാറ്റുന്ന ഈ ഫാസിസം അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തില് എങ്ങനെയാണ് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ആരാധന പ്രചരണം നടത്തുന്നവരെ, മതപ്രചരണം നടത്തുന്നവരെ പോലും അന്യായമായി കടങ്ങളിൽ വെക്കുന്ന ഈ കാലഘട്ടത്ത് കള്ളന്മാര് വോട്ട് തട്ടിക്കിട്ട് അധികാരത്തിലേക്ക് കയറുമ്പോ അങ്ങനെയുള്ള ഈ രാജ്യത്ത് മാത്രമല്ല വഖഫ് എന്ന് പറയുന്ന ഒരു നിയമം ഭേദഗതി ചെയ്തിട്ട് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട, അതിനുവേണ്ടി ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, കുടുംബം കൊടുത്ത ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഭൂമികൾ കവർന്നെടുക്കുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അവരുടെ തേരോട്ടം നടത്തുന്ന ഈ രാജ്യത്ത് ബുൾഡോസിംഗിലൂടെ നിരവധി വീടുകൾ, നിരവധി മസ്ജിദുകൾ തകർക്കപ്പെടുന്ന ഈ ഫാസിസ്റ്റ് കാലത്ത് എങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്ന് സ്വാഭാവികമായും രാജ്യത്തെ പൗരന്മാർക്ക് ആശങ്കയുണ്ട്. അത് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ളത് എന്താ? ഈ രാജ്യത്തിന്റെ അന്തകനായി പിറവികൊടുത്ത 1925 രൂപം കൊണ്ട RSS ഈ രാജ്യത്ത് വാഴുകയും അതിന്റെ ചില സംഘടനകൾ BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെ രാജ്യത്ത് അധികാരത്തിലേറുകയും ആ അധികാരത്തിലേറിയതിനു ശേഷം അവരുടെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും തകർക്കപ്പെടുമ്പോ, രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കപ്പെടുമ്പോ, രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കപ്പെടുമ്പോൾ നമുക്കൊരു പക്ഷേ അതിൽ നമുക്ക് വേദനയുണ്ടാകാം, അതിൽ പ്രതിഷേധമുണ്ടാകാം. പക്ഷേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാള
ഭരണകൂടത്തിനെതിരെ അവരുടെ ജീവൻ കൊടുത്ത് അവരുടെ രക്തം കൊടുത്ത് ഈ രാജ്യത്തിന്റെ ഒരു ലക്ഷോപലക്ഷം ജനങ്ങളുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥമായ രാജ്യസ്നേഹികൾ, ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹികളായ ധീരന്മാർ, ആ ധീരന്മാരുടെ ത്യാഗവും ആ ധീരന്മാരുടെ പ്രയാസങ്ങളും അവരനുഭവിച്ച ദുരിതങ്ങളും എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരന് മറക്കാൻ കഴിയുക? അവരുടെ ധീരോത്തമായ നിലപാടുകളാണ്, ധീരോത്തമരമായ ഇടപെടലുകളാണ് നമ്മൾ ഓരോ വർഷവും അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുസ്മരണത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയില്ല. രാജ്യം എത്രമാത്രം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടു പോയാലും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിൽ ത്യാഗങ്ങൾ സഹിച്ച് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നിട്ടുണ്ടെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം, അധിക കാലം ഉണ്ടാകില്ല RSSും BJPയും ഈ ഇന്ത്യയിൽ. കാരണം ഇതേ ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട്, ഇതേ രാജ്യത്തിന്റെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് അവരും ഈ രാജ്യത്തെ യഥാർത്ഥ രാജ്യസ്നേഹികൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറും. അന്നും ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനങ്ങൾ ആഘോഷിക്കും. അത് യഥാർത്ഥമായ ചരിത്രങ്ങൾ വളച്ചൊടിക്കാത്ത, ഈ രാജ്യത്തിന്റെ സത്യങ്ങൾ മാത്രം തുറന്നു പറയുന്ന, സകലർക്കും തുല്യമായ നീതി ഉറപ്പാക്കുന്ന, ഈ രാജ്യത്തെ സാമൂഹിക ജനാധിപത്യം നിലനിർത്തുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാകുന്ന ഒരു രാജ്യം ഈ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് നാടുകടത്തി എന്ന് നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാ ഈ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്നത്? നേരിട്ട് അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്നതാണോ? അല്ല. ഏതെങ്കിലും ബ്രിട്ടീഷിന്റെ ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ രാജ്ഞിയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം ഇവിടെ കൈയടക്കിയതാണോ? അല്ല. പിന്നെങ്ങനെയാണ് ഈ വലിയ ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തെ ബ്രിട്ടീഷ് എങ്ങനെയാണ് കീഴടക്കിയത്? 1600 വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ ആദ്യം കടന്നു വരുന്നു. പിന്നീട് 8 വർഷം കഴിഞ്ഞതിന് ശേഷം 1608 സൂറത്തിൽ അവരുടെ കപ്പൽ വരികയാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട്. പിന്നീട് അങ്ങനെ 1964, അതായത് 64 വർഷം ഈ രാജ്യത്തവർ വ്യാപാരം നടത്തി. ഞാനിത് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തുല്യതകളുണ്ട്. ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഈ രാജ്യം കീഴടക്കിയത്, അതിന് സമാനമായി രാജ്യത്തെ കോർപ്പറേറ്റുകൾ അതുപോലെ തന്നെ ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലേക്ക് വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് 64 വർഷം ബ്രിട്ടീഷുകാരെ സ്വസ്ഥമായി വ്യവസായം നടത്തി. നമ്മൾ മനസ്സിലാക്കണം, 64 വർഷം അവർ സ്വസ്ഥമായി ഈ രാജ്യത്ത് വ്യവസായം നടത്തുമ്പോ ഇതേ ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷ് കമ്പനിക്ക് എന്താ കൊടുക്കുന്നത്? അധികാരം കൊടുക്കുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. എന്തൊക്കെ അധികാരമാ? സ്വന്തമായി സൈന്യം എന്ന അധികാരം അവർക്ക് കൊടുക്കുന്നു, കരാറിൽ ഏർപ്പെടാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ഈ രാജ്യത്ത് കൂടുതൽ അധികാരം നേടുന്നതിലേക്കുള്ള സകല അധികാരങ്ങളും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് അവർ പതുക്കെ ഈ രാജ്യത്തിന്റെ ഓരോന്ന് കവർന്നുകൊണ്ടിരുന്നത്. 64 വർഷം. ഈ 64 വർഷം ഇന്നത്തെ സാഹചര്യത്തിൽ 64 വർഷമൊന്നും കാത്തിരിക്കേണ്ടതില്ല. എന്താ? നമുക്കറിയാം, ഇപ്പോ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 146 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ആ 146 കോടി ജനങ്ങളിൽ വെറും 300 പേരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ 300 കുടുംബങ്ങളുടെ കയ്യിലാണ് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ഭൂരിപക്ഷവും അല്ലെങ്കിൽ നല്ലൊരു വിഹിതവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാ? ആ 300 വ്യവസായികളുടെ മുഴുവൻ സമ്പത്ത് എന്താണെന്നറിയുമോ? $1.6 ട്രില്യൺ. അതായത് 140 ലക്ഷം കോടി രൂപ. 140 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോ ഈ കഴിഞ്ഞ ബജറ്റില് കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ തൊഴിൽ
മേഖലയ്ക്ക് വേണ്ടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയിട്ട് യുവാക്കളുടെ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് മറ്റ് സ്കോളർഷിപ്പ് അടക്കം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നീക്കിവെച്ചത് എത്രയാണെന്ന് അറിയുമോ? 2 ലക്ഷം കോടി മാത്രമല്ല രാജ്യത്തിന്റെ ഏറ്റവും വലിയ കാർഷിക മേഖല, ആ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നീക്കിവെച്ചത് എത്രയെന്നറിയുമോ? 1,52,00,000 കോടി രൂപയാണ്. രാജ്യത്തെ ഗ്രാമീണ മേഖലകളെ അവിടെ പുഷ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വീതം കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അവര് നീക്കിവെച്ചത് 2,66,000 കോടി രൂപയാണ്. അപ്പോ 140 ലക്ഷം കോടി രൂപ അവരുടെ വരുമാനമുള്ള ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളെ വിലക്കെടുത്താൽ നമുക്ക് അതിശയിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ വിലക്കെടുക്കാൻ ശ്രമിച്ചാൽ, ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ വിലക്കെടുക്കാൻ ശ്രമിച്ചാൽ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അതിശയിക്കാൻ കഴിയുമോ? മാത്രമല്ല രാജ്യത്തിന്റെ GDP-യുടെ 40% ഈ 300 കോർപ്പറേറ്റ് ഭീമന്മാരുടെ മാത്രമാണ്. അതിൽ അനിൽ അംബാനി എന്ന് പറയുന്ന അംബാനി കുടുംബത്തിന്റെ മാത്രം 12% ഈ രാജ്യത്തെ GDP-യുടെ 12% അവർ മാത്രമാണ്. അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ കഴിഞ്ഞിട്ടാണ് അവർ വലിയ സമ്പന്നരായത്. പക്ഷേ നരേന്ദ്രമോദിയോടൊപ്പം വളർന്ന അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയുണ്ട്. ആ വ്യവസായി ആദ്യത്തെ അദ്ദേഹം കൊണ്ട് തന്നെയാണ് ഈ വലിയ സമ്പന്നതയിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്ക് മാറിയത്. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാർ വളർന്നു വരുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ 64 വർഷം കാത്തിരുന്നത് പോലെ ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് 64 വർഷമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തെ കീഴടക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നോ, ഈ 64-ൽ അവർക്ക് സൈനിക അധികാരവും ലഭിച്ചതിന് ശേഷം പിന്നീട് 1757-ൽ പ്ലാസി യുദ്ധം. എന്താ പ്ലാസി യുദ്ധം? ഇന്ത്യയിലെ അന്നത്തെ നാട്ടുരാജ്യങ്ങളൊക്കെ തന്നെയും ഈ ബ്രിട്ടീഷ് കമ്പനിയോടൊപ്പം ഓരം ചേരുകയും അവരെ സഹായിക്കുകയും ചെയ്തപ്പോ അതിൽ നിന്ന് മാറി നിൽക്കുകയും അവരോട് സഹകരിക്കാതിരിക്കുകയും ചെയ്തിരുന്ന കൽക്കട്ടയിലെ ബംഗാളിലെ ആ നാട്ടുരാജ്യത്തെ സൈനിക അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തി ആ പ്ലാസി യുദ്ധം ജയിച്ചതിന് ശേഷം ഇന്ത്യ മുഴുവൻ അവർ കൈയടക്കി. ഇന്ത്യ മുഴുവൻ. അതിനുശേഷം 1773-ല് ഈ രാജ്യത്തിന്റെ പാർലമെന്റില് അവർക്ക് അനുകൂലമായ നിയമം പാസാക്കുകയാണ്. അങ്ങനെ പാസാക്കിയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കണം, ഏകദേശം 1664 മുതൽ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന 283 വർഷം അവര് ഈ രാജ്യം ഭരിച്ചു. അല്ലെങ്കിൽ ശക്തമായി അവരേകദേശം 200 വർഷത്തിനകം സർവ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ സകല സംവിധാനങ്ങളെ ഊറ്റിയെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് അവർ ഭരണം നടത്തി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ രാജ്യത്ത് ഈ ഭരണം നടത്തുമ്പോ, ഇവിടെ വ്യവസായം നടത്തുമ്പോ എങ്ങനെയാണ് അവർ വ്യവസായം നടത്തിയത്? ഈ രാജ്യത്തെ റോഡുകൾ അവർ നിർമ്മിച്ചു. ഈ രാജ്യത്തെ റെയിൽവേ അവർ നിർമ്മിച്ചു. ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ ദേശീയപാത ആരാണ് അതിന്റെ യഥാർത്ഥ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്? അദാനിയും അംബാനിയും അടക്കമുള്ള ഭീമന്മാരാണ്. അവര് സബ് കൊടുത്തവരാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. മാത്രമല്ല എയർപോർട്ടുകൾ, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അടക്കം രാജ്യത്തെ വിവിധ എയർപോർട്ടുകൾ അദാനിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ, അതുപോലെ സീപോർട്ട്, വിഴിഞ്ഞം സീപോർട്ട് അടക്കം രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളൊക്കെ തന്നെയും ഈ രാജ്യത്തിന്റെ ഭീമന്മാർ ഇതിനോടകം കൈയടക്കി കഴിഞ്ഞു. അതായത് ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ, ബ്രിട്ടീഷിന്റെ കമ്പനി പോലെ ഈ രാജ്യത്ത് കൂണ് പോലെ അല്ലെങ്കിൽ സർവാധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാർ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സകല അധികാരവും അവരുടെ കൈപ്പിടിയിലായിരിക്കുകയാണ്. ഇനി ഒന്ന് മാത്രം ലഭിച്ചാൽ മതി, ഈ കോർപ്പറേറ്റുകൾക്ക് അദാനിക്കോ അല്ലെങ്കിൽ അംബാനിക്കോ കുറച്ച് സൈനികരെ കൂടി കൊടുക്കാമെന്ന് രാജ്യത്തിന്റെ BJP ഗവൺമെന്റ് ഒന്നൊപ്പിട്ടാൽ
അതിന് പോലും ഒരുപക്ഷെ നമുക്ക് പിന്നെ ഒരു അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ സൈനിക അധികാരം കൂടി അവർക്ക് ലഭിച്ചാൽ ഈ രാജ്യത്തെ ഓരോ തെരുവുകളും അവര് കീഴടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ തന്നെ അധികാരമില്ലാഞ്ഞിട്ട് പോലും ഇപ്പോ നമ്മൾ കേൾക്കുന്ന പുതിയ വാർത്തകൾ എന്താ? മഹാരാഷ്ട്രയിൽ എത്ര വീടുകളാണ് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പൊളിച്ചു കൊടുത്തത്. അങ്ങ് ഓരോ സംസ്ഥാനങ്ങളിലും ബീഹാർ അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഈ അദാനിക്ക് വേണ്ടി അംബാനിക്ക് വേണ്ടി കേട്ട് രാജ്യത്തിന്റെ ഭരണകൂടം വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുമ്പോ ആ തകർത്ത വീടുകളുടെ മുകളില് വലിയ മണിമാലകൾ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ പണിയുമ്പോ ഈ രാജ്യത്തെ ഓരോന്നോരോന്നായി കാർന്നു തിന്നുകയാ. രാജ്യത്തെ ആദിവാസികൾ വസിക്കുന്ന ആദിവാസിയുടെ ഗ്രാമമേഖലകളൊക്കെ തന്നെ ഈ രാജ്യത്തെ കാട്ട് മേഖലകളൊക്കെ തന്നെ വന്യമേഖലകളൊക്കെ തന്നെ കൈയടക്കുന്ന നിലയിലേക്ക് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് സകല സംവിധാനങ്ങളും ഈ BJP ഗവൺമെന്റും മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് അടക്കം ചെയ്തു കൊടുത്തു. മാത്രമല്ല കരിമണൽ കടലമതക്കടക്കം ഓരോ കടലും അതിന്റെ എത്രയോ കിലോമീറ്ററുകൾ അവർക്ക് കൈയടക്കാൻ മത്സ്യബന്ധനം നടത്താൻ എന്തും നടത്താൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആകാശ മേഖല, പിന്നെ അതുപോലെ തന്നെ തീരദേശ മേഖല, വനമേഖല എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മുഴുവൻ മേഖലകളും രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്ത് ഒരുപക്ഷെ ഈ കോർപ്പറേറ്റുകൾ പോലും ഇവിടുത്തെ ക്വിറ്റ് ഇന്ത്യയെ പോലെ ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾ രാജ്യം ഭരിക്കുന്ന ഒരു കാലം വന്നാൽ അത് വലിയ സംഭവമായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് എന്താണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രമിച്ചതെന്താ? ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ മാറ്റിയെടുക്കുകയായിരുന്നു. എങ്ങനെയാ? പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് അവർ ഓരോരുത്തരെയുമായി ആകർഷിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം, പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഓരോരുത്തരെയായി പതുക്കെ പതുക്കെ കൊണ്ടുവന്നപ്പോൾ ആത്മാർത്ഥമായി ബ്രിട്ടീഷുകാർക്കെതിരായി പടപൊരുതിയിരുന്ന, അതിനെതിരെ നിലപാടെടുത്തിരുന്ന ഇവിടുത്തെ ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവരവരുടെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട, പഠിക്കുന്നത് അത് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തി. അതിന്റെ എത്രമാത്രം വില നൽകേണ്ടി വന്നു ആ സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം നേടി 10-75 വർഷത്തിന് ശേഷം പോലും ഇന്നും എന്താ അത്തരം വിഭാഗങ്ങൾ ഈ രാജ്യത്തിന്റെ തൊഴിൽ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. എന്തിന്റെ പേരില്ല? അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോട് കൂറുള്ള ഒരു ജനവിഭാഗം ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പോലും അകലം പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ചൊരു സമൂഹത്തെ ഇന്നും അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടാകണം എന്ന വാദം വന്നു. അപ്പോ ഈ രാജ്യത്ത് നമ്മളൊക്കെ ഇപ്പോഴും വലിയ വലിയ പൗരന്മാരാണ്, വലിയ ദേശസ്നേഹികൾ എന്നൊക്കെ പറയുന്നവർ മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാദങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയം. അതുകൊണ്ട് നമ്മൾ ഈ ചതിയെ നമ്മൾ തിരിച്ചറിയണം. നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാജ്യത്തെ ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടാനും നയരൂപീകരിക്കുന്നതിനും അവർക്ക് സകല അധികാരം കൊടുക്കുന്നതിലേക്ക് രാജ്യത്തെ ബ്രിട്ടീഷുകാർ മാറി. ഇന്നും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1775 രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖലകളിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ പൗരന്മാരെയും അധികാര പരിധികൾ നിർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഈ രാജ്യത്തോട് കൂറുള്ളവർ, രാജ്യത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞവർ അതിനെതിരെ തെരുവിൽ ശബ്ദമുയർത്തി, അതിനെതിരെ ഈ രാജ്യത്ത് പടപൊരുതി, അതിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി. 1857 ആദ്യമായി രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ, ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ആയിരങ്ങൾ 10,000 അതിലേക്ക് അണിനിരന്നില്ലേ? ആയിരങ്ങളും 10,000 ആ സമരങ്ങളിലേക്ക് അണിനിരന്നു. അവരെ ഓരോന്നോരോന്നായി അവരെ തല്ലിച്ചതച്ചു, അവരെ തൂക്കുമരങ്ങളിലേക്ക് എറിയപ്പെട്ടു. അതുപോലെ തന്നെ തടങ്കലിൽ അനന്തമായി
എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്രൂരതകൾ ഈ ലോകത്ത് അഴിഞ്ഞാടിയപ്പോൾ 1857 ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അന്നത്തെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അന്നത്തെ കുട്ടികൾ അവരുടെ പിതാക്കളോട് പറഞ്ഞു, പിതാവേ, നിങ്ങൾ നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ അന്നുള്ളവർ എവിടെയായിരുന്നു? അവര് അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് ഇവിടുന്ന് തൂത്തെറിയാൻ കഴിയുമായിരുന്നല്ലോ, ഇത്രയും അധികാരം അവർക്കുണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പിതാക്കന്മാർ ആ കുട്ടികൾക്ക് മുന്നിൽ നിസ്സഹായകരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞുകൾ ഒരുപക്ഷെ നമ്മോട് ചോദിക്കും, ഈ രാജ്യത്തെ പതുക്കെ ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഫാസിസം കടന്നു വന്നപ്പോ രാജ്യത്തിന്റെ അധികാരത്തിന്റെ സകല മേഖലകളിലേക്കും രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾ കടന്നുകൂടുമ്പോ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുമ്പോ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം, ഈ രാജ്യത്തിന്റെ ഈ ഫാസിസത്തിനെതിരെ ഞങ്ങൾക്ക് കഴിയാവുന്നതിന്റെ ഏറ്റവും മാതൃകയിൽ ഞങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ അതിനുവേണ്ടി ജയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ തെരുവിൽ നിശബ്ദമല്ലാതെ ഞങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഫാസിസത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ രാജ്യത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തെരുവിൽ സജീവമായിട്ടുണ്ട് എന്ന് നമ്മുടെ നെഞ്ചത്ത് ചേർത്ത് വെച്ചുകൊണ്ട്, കൈനെഞ്ചത്ത് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയുന്നവരായി ഈ രാജ്യത്ത് നിന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഫാസിസത്തിന്റെ ഇന്നത്തെ ഈ പോക്കനുസരിച്ച് രാജ്യം വലിയ വില നൽകേണ്ടി വരും. രാജ്യത്തിന്റെ ഒരു തലമുറ, വരുന്ന തലമുറ വലിയ യാതനകൾ അനുഭവിക്കേണ്ടി വരും. അവർക്ക് സ്വസ്ഥമായി ഒന്ന് ശ്വാസം വിടാൻ പോലും ഒരുപക്ഷെ ഫാസിസത്തിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്ന അതിഭീകരമായ ഒരു ദിവസങ്ങളാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത് എങ്കിൽ നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. രാജ്യത്തിന്റെ പോരാളികൾ നമുക്ക് പകർന്നു തന്ന ഊർജമാണ്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മരണമെങ്കിൽ മരണമാണ്. അതാണെങ്കിൽ പോലും ഫാസിസത്തിന്റെ മുന്നിൽ ഒരു കാലത്തും ഞങ്ങൾ അടിയറവ് വെക്കില്ല എന്ന നിശ്ചയദാർഢ്യമാണ് നമ്മെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത്. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒരുപക്ഷെ ഫാസിസം കാലിടറി പിന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയുന്നത്? ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയവർ അതൊക്കെ ആരായിരുന്നു? ലക്ഷക്കണക്കിന് ധീരന്മാർ. ആ ലക്ഷക്കണക്കിന് ധീരന്മാർ അവർ ഒരു ഘട്ടം മാത്രമായിരുന്നില്ല. ബഹദൂർ ഷാ സബർ മുതൽ ഇങ്ങോട്ട് എത്ര ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതങ്ങ് ചന്ദ്രശേഖർ ആസാദ് മുതൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഭഗത് സിംഗ്, വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സുഭാഷ് ചന്ദ്രബോസ്, ടിപ്പു സുൽത്താൻ, ഷൗക്കത്ത് അലിയും മമ്പുറം തങ്ങളും അടക്കം ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ. അവരുടെ ജീവിതമാണ്, അവരുടെ ത്യാഗമാണ്, അവർ ഉപേക്ഷിച്ചു പോയ കുടുംബങ്ങളാണ്, അവർ നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളാണ് നമ്മെ സ്വാതന്ത്ര്യമായി ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം എന്ന ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യ സമര സേനാനികൾ, ആ സമരസേനാനികളുടെ ആ ജീവിതമാണ് നമുക്ക് ഇന്നും ഊർജമായിട്ടുള്ളത്. വലിയ പൊരുതി നേടിയതാ. അങ്ങനെ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദി അവിടെ പ്രസംഗിച്ചത്. എന്താ അവിടെ പ്രസംഗിച്ചത്? രാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തോ? ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു സംഭാവന പോലും. ഒരുപാട് ലക്ഷക്കണക്കിന് ധീരന്മാരുടെ കൂട്ടത്തിൽ ഒരു ധീര സവർക്കരെ അവിടെ നമ്മൾ കണ്ടില്ല. ഒരു RSSകാരന്റെ ഒരു ചെരുപ്പ് തേഞ്ഞ് പോലും അതിലേക്ക് നെയ്യുന്നത് നമ്മൾ കണ്ടില്ല. അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ ആ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടിന്ന് ചെങ്കോട്ടയിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായ, രാജ്യത്തിന്റെ ക്യാൻസറായ, രാജ്യത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിങ്ങളും ക്രൈസ്തവരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും ഇവിടുത്തെ ദളിതുകൾ അടക്കമുള്ളവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അവർ അകറ്റി നിർത്തണമെന്ന് അവിടെ എഴുതി ചേർത്ത് പ്രഖ്യാപിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായ RSS
ഈ രാജ്യത്തിനെതിരായ RSSനെ മഹത്വവൽക്കരിക്കുന്ന നിലയിൽ ഇന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിച്ചുവെങ്കിൽ എത്രമാത്രം അവഹേളനമാണ് ഈ രക്തസാക്ഷികളെ കുറിച്ച്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ അവഹേളിക്കുകയായിരുന്നില്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികളെ അവഹേളിക്കുകയായിരുന്നില്ലേ ഇന്ന് പ്രധാനമന്ത്രി? മാത്രമല്ല അവിടെ പറഞ്ഞതെന്താ? ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയുടെ പേര് പോലും പറയാതെ അവിടെ പറഞ്ഞത് ശ്യാമപ്രസാദ് മുഖർജി, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ബലി നൽകി എന്നാണ് പറഞ്ഞത്. ആരാ ശ്യാമപ്രസാദ് മുഖർജി? ഈ BJPയുടെ മുമ്പത്തെ ജനസംഘ രൂപീകരിച്ച് ഈ RSSന് വെള്ളവും വളവും കൊടുത്ത് ഈ രാജ്യത്തിനൊരു സംഭാവന പോലും ചെയ്യാതെ ഈ രാജ്യത്തിന്റെ ഈ ഇന്ന് വെട്ടിക്കീറുന്ന ഈ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ രാജ്യത്തെ സകലമാന പ്രശ്നങ്ങൾക്കുമൊക്കെ തുടക്കക്കാരായ അതിലൊരാളായ ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് ഇന്ന് അദ്ദേഹം വാദോരാതെ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്ത്, ഈ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂറെവിടാണ്? അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയോട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. ഇങ്ങനെയുള്ള ഈ രാഷ്ട്രത്ത് ഇത്തരം RSSകാരിൽ നിന്ന് BJPക്കാരിൽ നിന്ന് വോട്ട് കള്ളന്മാരാകുന്ന അത് നമുക്ക് വലിയ അതിശയിക്കാനില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞു, വോട്ട് കള്ളം അത് വലിയ പ്രശ്നമാണ്. പക്ഷേ ആ വോട്ട് കള്ളം മാത്രം അത് പരിഹരിച്ചത് കൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ? രാജ്യത്തിന്റെ RSSനെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ഈ രാജ്യത്തിന് സ്വതന്ത്രമാകാൻ കഴിയുമോ? അവരെ അകറ്റി നിർത്താതെ, ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താതെ ഈ രാജ്യത്ത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമോ? രാജ്യത്തിന്റെ മതേതരത്വത്തിന് സമാധാനം ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തെ പൊതുശത്രുവായ RSSനെ അകറ്റി നിർത്തുന്ന സമീപനങ്ങളിൽ ഐക്യപ്പെടണമെന്നുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ മുഴുവൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പൊതുശത്രു അത് RSS ആണ്, BJP ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഐക്യപ്പെടുന്നത്. നമുക്കറിയാം എങ്ങനെയുള്ള കള്ളത്തരങ്ങളാ. ഇപ്പോ കർണാടകയിൽ നിന്ന് വരുന്നു 1 ലക്ഷം വോട്ടുകളാണ് കള്ള വോട്ടുകളായി അവിടെ എഴുതി ചേർത്തത്. മാത്രമല്ല ഇന്നത്തെ പുതിയ വാർത്ത എന്താ? BJPയുടെ ജില്ലാ ഓഫീസിൽ 10 വോട്ട്, BJPയുടെ ജില്ലാ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ തന്നെ 50ഉം 30ഉം ഒക്കെ വോട്ടുകൾ. ഇങ്ങനെ കള്ളത്തരത്തിൽ വോട്ട് ചേർത്തുകൊണ്ട് ഒരു പൗരന് ഒരു ID കാർഡ് എന്നതിന് പകരം 2 ID കാർഡ് സൂക്ഷിക്കുന്ന BJPക്കാരുള്ള നാട്. ഇങ്ങനെ മഹാരാഷ്ട്രയിൽ ഒരു പോളിംഗ് ബൂത്തില് CCTV അവിടെ കാണുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ആ പോളിംഗ് ബൂത്തിലെ വോട്ട് എണ്ണുമ്പോഴെന്താ അവിടെ നടന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ആ പെട്ടിയിലുള്ളത്. പക്ഷെ ആരാ ചേരുന്ന അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇത്തരം BJPക്ക് കൂട്ടുനിൽക്കുന്ന ദയനീയമായ സാഹചര്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നൊരു MP ജയിച്ചു പോയില്ലേ തൃശ്ശൂരിൽ നിന്ന്? എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കുകയല്ലേ വേണ്ടത്? കേരള സർക്കാരിനോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, തൃശ്ശൂരിലെ വോട്ട് കള്ളത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം. നിങ്ങൾക്ക് കർണാടകയിൽ അതുപോലെ പ്രഖ്യാപിച്ചല്ലോ എന്നതുപോലെ കേരളത്തിലെ തൃശ്ശൂരിലെ വോട്ട് കള്ളത്തരങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അവിടെ ആതിര എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. അവര് ഒരു കൗൺസിലറുമാണ്. അവരുടെ വീട്ടിൽ എത്ര വോട്ടുകളാ ചേർത്തതെന്ന് പോലും അറിയാൻ പറ്റാത്ത നിലയിലേക്ക് മാറി. അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വലിയ പ്രശ്നമായി ഈ രാജ്യത്ത് മാറുന്നു. ഈ രാജ്യത്ത് ഫാസിസം ഇങ്ങനെ കടന്നു വരികയാണ്. ആദ്യം അവർ വികസനം പറഞ്ഞു കടന്നു വരും, പിന്നീട് വലിയ PR വർക്കുകളിലൂടെ കടന്നു വരും. അതിനൊന്നും കഴിയാതെ വരുമ്പോ നോട്ട് നിരോധിച്ചവർ കടന്നു വരും. പിന്നീടോ
പഹൽഗാം പോലെയുള്ള അക്രമങ്ങൾ ഒരുപക്ഷെ രാജ്യത്ത് സംശയാതീതമായി ഉണ്ടാകും. മാത്രമോ പിന്നീട് ഇതുപോലെ കള്ളവോട്ടുകൾ അടക്കം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണം എങ്ങനെയും കരസ്ഥമാക്കുക എന്ന നിലയിലേക്ക് രാജ്യത്തിന്റെ ഫാസിസം മാറും. അങ്ങനെ ഘട്ടം ഘട്ടമായി രാജ്യത്ത് കടന്നു വന്നുകൊണ്ട് അവർ ചെയ്യുന്ന പണി എന്താ, അവർ ചെയ്യുന്ന വികസനം എന്താ? രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് അകറ്റുകയാണ്. 60,000 വോട്ടുകളാണ് ബീഹാറിൽ അവർ വെട്ടിമാറ്റിയത്. ഒരു ദിവസം മാത്രം ഏകദേശം 4,000-ലധികം വീടുകളാണ് ഓരോ ചേരി പ്രദേശങ്ങളിലും അവർ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്നത്. 100-ലധികം പള്ളികൾ ഒരു രേഖയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖയുമില്ലാതെ അവർ പൊളിച്ചു മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മേൽ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം 4168 അക്രമങ്ങളാണ് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ക്രിസ്മസിന് മാത്രം 14 അക്രമങ്ങൾ അവരുടെ നേർക്കുണ്ടായി. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അകാരണമായി പിടിച്ച് ജയിലിലിട്ടത് നമ്മൾ അറിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ക്രൈസ്തവരും സമാനമായി ദുരിതം പേറുന്നവരാ. ഇവിടുത്തെ ദളിതുകൾക്ക് ഈ RSSന്റെ ഭരണത്തിന് കീഴിൽ എന്തെങ്കിലും സുരക്ഷിതമുണ്ടോ? ഒരു സുരക്ഷിതത്വമില്ല. ഒരു മണിക്കൂറിൽ ഒരു ദളിത് സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാകുന്നു എന്നതാണ് പുതിയ കണക്ക്. ഒരു ദിവസം കുറഞ്ഞത് 2 യുവാക്കൾ RSSകാരാൽ അല്ലെങ്കിൽ സവർണരാൽ കൊല്ലപ്പെടുന്നു എന്നതാണ് ഈ ദളിതുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഒരു വിഭാഗത്തിനും സുരക്ഷിതമല്ലാത്ത ഒരു ഭരണ സംവിധാനമായി ഈ രാജ്യത്ത് RSS മാറുമ്പോ അതിനെ മുസ്ലിങ്ങൾ മാത്രം എതിർക്കുന്ന ഒരു സമീപനമല്ല. രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിനെ ഒന്നായി കൈകോർക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പൊതുശത്രുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ RSSനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോ അവർ കൊല്ലാക്കൊല ചെയ്ത അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ എത്രയെത്ര ഹിന്ദുക്കളുടെ കണക്ക് നമുക്ക് നിരത്താൻ കഴിയും. ഈ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പറയുമ്പോ CPM-കാർ എന്ന പേരിൽ ഈ കേരളത്തിലെ കണ്ണൂരിൽ മാത്രം എത്രയെത്ര ഹിന്ദുക്കളെ ഈ RSSകാർ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് കൊന്നുകളഞ്ഞ പ്രഗത്ഭരായ ഒട്ടനവധി ആളുകളുണ്ട്. അവരൊക്കെയും ഒരേ ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത്. അവർ ചെയ്ത തെറ്റ് ഈ RSSനെ നഖശികാന്തം എതിർത്തു എന്നുള്ളതാണ്. RSSനെ സൈദ്ധാന്തികമായി എതിർത്തു എന്നുള്ളതാണ്. RSSനെതിരെ വാർത്ത കൊടുത്തു എന്നതാണ്. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത ഗൗരി ലങ്കേഷ് ഹിന്ദുവായിരുന്നു. അതിനെ സൈദ്ധാന്തികമായ എതിർത്ത പൻസാരയും അതുപോലെ തന്നെ കൽബുർഗിയും അടക്കം ഹൈന്ദവരായിരുന്നു. ഗാന്ധിജി ഹൈന്ദവരായിരുന്നു. അതുപോലെ തന്നെ ഇന്നും പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സഞ്ജീവ് ഭട്ടുണ്ടല്ലോ, അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. കർക്കരെ എന്ന് പറയുന്ന സത്യസന്ധനായ പോലീസുകാരൻ ഒരു ഹൈന്ദവനാണ്. എന്ന് പറഞ്ഞാൽ ഈ RSSന്റെ തേരോട്ടത്തിന്റെ മുന്നിൽ ഒരു സത്യസന്ധനായ ഹൈന്ദവർക്ക് പോലും സുരക്ഷിതമില്ലെന്ന് പറയുമ്പോ രാജ്യമേ നിങ്ങൾ ഐക്യപ്പെടണം. ഈ രാജ്യമേ നിങ്ങൾ ഒന്നാകണം. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ സമത്വ സുന്ദര രാജ്യം നമുക്ക് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മകൾക്ക് നഷ്ടപ്പെട്ടു പോയ സകല നന്മകൾക്ക് വേണ്ടി ഈ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, രാജ്യവ്യാപകമായി ഈ പ്രക്ഷോഭം നടക്കേണ്ടതുണ്ട്. രാജ്യത്ത് എന്താണോ തെരുവിൽ സജീവമാകാൻ പോരാളികൾ തുടങ്ങിയത്, അങ്ങനെ തുടങ്ങുമ്പോൾ മാത്രമേ രാജ്യത്തൊരു നീതി ഉണ്ടാവുകയുള്ളൂ. അത് ചരിത്രം സാക്ഷിയാണ്. ഒരു ഘട്ടത്തിലും ഏതെങ്കിലും നീതിപീഠത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായിട്ടില്ല. ഏതെങ്കിലും ഉഭയകക്ഷി ചർച്ചകളിലൂടെ രാജ്യം സ്വതന്ത്രമായിട്ടില്ല. ഏതെങ്കിലും സമാധാന ഉപവാസത്തിലൂടെ ഈ രാജ്യം സ്വതന്ത്രമായിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് അനേകായിരം ലക്ഷക്കണക്കിന് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പൗരന്മാർ അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നപ്പോ, ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് മുഷ്ടി ചുരുട്ടി ഇറങ്ങിയപ്പോൾ ഈ രാജ്യത്തെ പ്രക്ഷോഭം എന്നാണോ ഉണ്ടായത്, അന്ന് മുതലാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നീതി ലഭിച്ചിട്ടുള്ളൂ. ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യയിലെ പല കിംവദന്തികളും ഉണ്ടാകും. പലതരത്തിലുള്ള സത്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടവർ വന്നേക്കും. ഇപ്പോ വിഭജനത്തിന് ഏറ്റവും വലിയ കാരണക്കാർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്.
പക്ഷേ അതിനെ പുതിയ ചർച്ചകളിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിഭജനം ഉണ്ടാകണം. ഇവിടുത്തെ രാജ്യത്ത് നിന്ന് പാകിസ്ഥാൻ ഈ രാജ്യത്തേക്ക് മാറി വേറൊരു രാജ്യമാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും ഈ രാജ്യത്തെ RSSകാരാണ് എന്ന് തെളിവ് സഹിതം നമ്മൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യം വിഭജിക്കുന്ന ഘട്ടത്തിൽ ഈ ഏതെങ്കിലും ഒരു പ്രസ്താവന പോലും നിങ്ങൾക്ക് RSSന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അന്നത്തെ നിങ്ങളുടെ സംവിധാനങ്ങൾക്ക് ഒരു പ്രസ്താവന പോലും നിങ്ങൾ ചെയ്തതായി നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ കഴിയുമോ? പക്ഷേ രാജ്യത്തിന്റെ മുസ്ലിങ്ങളുണ്ടല്ലോ, രാജ്യത്തിന്റെ മുസ്ലിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയും. ഇവിടുത്തെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, ആ ഗാന്ധിജി എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ ഈ രാജ്യം വെട്ടിമുറിക്കില്ല, രാജ്യം വിഭജിക്കില്ല, പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത്, അദ്ദേഹത്തെ പോയി ആശ്രയിച്ചത്, അദ്ദേഹത്തിന് സർവ പിന്തുണയും നൽകിയത് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു RSSകാരൻ, ഏതെങ്കിലും ഒരു ഹിന്ദുത്വ നേതാവ് അദ്ദേഹത്തെ പോയി അഭിനന്ദിച്ചതായി നമുക്കറിയാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് അനുകൂലമായി ഗാന്ധിജി പോലും നിന്നപ്പോ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ്. 5 ദിവസം ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു മുസ്ലിം MLA-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ആയിരങ്ങൾ അവിടെ അണിനിരത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഓരോ തെരുവുകളിലും ഇന്നത്തെ അടക്കമുള്ള മുസ്ലിം സംഘടനകൾ രാജ്യത്ത് തെരുവിൽ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ കർഷകരെ കൗട്ടിയടക്കിക്കൊണ്ട് കർഷകരും മുസ്ലിങ്ങളും സംയുക്തമായി രാജ്യത്തിന്റെ വിഭജനത്തിനെതിരെ ഈ രാജ്യത്ത് ശബ്ദമുയർത്തിയിട്ടുണ്ട്, ധർണ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുകയും അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ചെയ്ത മുസ്ലിം ജനവിഭാഗത്തെ ഇന്ന് ഒരു വിഭജന ഭീതി ദിനം എന്ന് പറഞ്ഞുകൊണ്ട് RSS ഒരുക്കുന്ന ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളെ അപരവൽക്കരിപ്പിക്കാൻ, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇവിടുന്ന് മാറി നിൽക്കേണ്ടവരാണ്, പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്ന ഒരു ബോധ്യം കൊടുക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആ സത്യം തിരിച്ചറിയുന്നുണ്ട്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അന്ന് വിഭജന ഘട്ടത്ത് പോലും ഒരു പാകിസ്ഥാനും ഞങ്ങൾക്ക് വേണ്ട, ഒരു വിഭജനത്തിലും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികർ ഈ രാജ്യത്തോട് കൂറ് പുലർത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായവരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളാണ് ഇന്ന് അപരവൽക്കരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊക്കെ തരത്തിലുള്ള ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടാലും, ഏതൊക്കെ തരത്തിലുള്ള അസത്യങ്ങൾ പറഞ്ഞ് അത് പിന്നെ സത്യമായാലും, സത്യം എന്നത് ഒരിക്കലും അത് നശിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ രാജ്യത്തിന് നന്മകളുള്ള രാജ്യം, ഈ രാജ്യത്ത് സകലമായ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരും അതുപോലെ തന്നെ സിഖും അടക്കമുള്ള സകല മതങ്ങളും കോർത്തിണക്കി ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ, രാജ്യഭൂരിപക്ഷ ഐക്യം, രാജ്യത്തിന്റെ സമാധാനം ഇത് കാക്ഷിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 146 കോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ ഈ രാജ്യത്ത് RSSനെ അനുകൂലിക്കുന്നവർ അവർ വോട്ട് കള്ളം ചെയ്ത് പോലും ചേർത്തിട്ടും വെറും 30% മാത്രം ഈ രാജ്യത്ത് അനുകൂലമായി നിൽക്കുന്ന RSSകാർ, അവരെ നിങ്ങൾ ഓർത്തോ, അതിനേക്കാൾ അധികമാണ് ഈ രാജ്യത്തിന്റെ മതേതര വിശ്വാസികൾ. ഈ രാജ്യത്തോട് കൂറുള്ളവർ സംഘികളെക്കാൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കാലത്തും സംഘികൾക്ക് അവരുദ്ദേശിക്കുന്ന നിലയിൽ അവരുടെ അജണ്ട പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഘട്ടത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരുവ് സമരങ്ങളിൽ, രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ, രാജ്യത്ത് നടക്കുന്ന ഐതിഹാസികപരമായ സമരപോരാട്ടങ്ങളിൽ ഒന്നിച്ച് മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് നിസ്സംശയം ഞങ്ങൾ പറയാൻ ഒരുക്കമാണ് എന്ന് മാത്രമല്ല
ഈ രാജ്യത്തിന്റെ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് മൊത്തമായി 10-700 ജനപ്രതിനിധികളുണ്ട്. രാജ്യത്തിന്റെ വിവിധ നഗരസഭകൾ നിങ്ങൾ ഭരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഭരിക്കുന്നുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ പോരാട്ടം നടത്തും. അങ്ങനെ ഒരു ബലൂൺ പോലെ വീർത്തുകൊണ്ടുവരുന്ന ഒരു പാർട്ടിയല്ല. ഈ രാജ്യത്തിന്റെ സകലമായ പ്രശ്നങ്ങളും അടുത്തറിയുകയും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം രാജ്യത്തിന്റെ ഓരോ ഗ്രാമങ്ങളിൽ ഇടപെട്ട് ആ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ ഇടപെട്ട് രാജ്യത്തിന്റെ ഓരോ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ 702 ജനപ്രതിനിധികൾ എന്നത് പിന്നെ 7000 ജനപ്രതിനിധികൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ നിയമസഭകളിലേക്ക് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷീണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ രാജ്യത്ത് ഒരു കാലത്തും RSS വാഴാൻ അനുവദിക്കില്ല. കാരണം എന്താണ്? ആത്മാർത്ഥമായി വിരുദ്ധത അത് നേരത്തെ ഇവിടുത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ അവസരം കിട്ടിയപ്പോൾ RSSനെ തളച്ചിടാത്ത കോൺഗ്രസിന്റെ ആത്മാർത്ഥതയല്ല SDP-യെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംഘപരിവാറിനോടുള്ള സമീപനം. അവസരം കിട്ടുമ്പോ ഇത് ഫാസിസമാണോ അതോ നവഫാസിസമാണോ എന്ന ഒരു സംശയവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കില്ല. രാജ്യത്തെ ഗവർണർ നിന്നുന്ന ഫാസിസമാണ് RSS എന്ന നിസ്സംശയം ബോധ്യമുള്ളവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കാർ. അതുപോലെ തന്നെ ഈ രാജ്യത്തെ നശിപ്പിക്കാനുണ്ടായ ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് നിസ്സംശയം ബോധ്യമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്നാണോ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അവസരം കിട്ടുന്നത് അന്ന് ഈ രാജ്യത്ത് സ്വതന്ത്രമാകും. ഈ രാജ്യത്തെ ബാബരി ഭൂമിയില് ബാബരി തിരിച്ചു വരും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണഘടന യശസ്സുയർത്തി ഈ രാജ്യത്ത് നിലനിൽക്കും. രാജ്യത്തിന്റെ ജനാധിപത്യം പൂർവാധികം ശക്തിയോടെ ഈ രാജ്യത്ത് മിന്നിത്തിളങ്ങും. അതുകൊണ്ട് ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ സകല നന്മകൾക്കും വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തുന്ന സകല സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമുകൾ, ഇതിലൊക്കെയും പ്രിയപ്പെട്ട തലശ്ശേരിയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ, നല്ലവരായ നാട്ടുകാർ സർവ്വ പിന്തുണയും നൽകി ഞങ്ങളോടൊപ്പം ഒന്നിച്ചു ചേരണമെന്നും ഈ മഹാപ്രസ്ഥാനത്തിൽ നിങ്ങൾ അംഗമായി ഈ പോരാട്ട വീതികൾ അണിനിരന്നുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഈ ആസാദി സ്ക്വയർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.